നിൻ കൃപയെത്രയോ ശ്രേഷ്ഠമെന്നാഥ, ദീനനാമെന്നെ നീ കണ്ടുവല്ലോ. നിൻ ജീവൻ തന്നെന്നെ വീണ്ടതിനാൽ ഖിന്നതയകന്നു ഞാൻ പാടുന്നു. നിൻ ജീവൻ തന്നെന്നെ വീണ്ടതിനാൽ ഖിന്നതയകന്നു ഞാൻ പാടുന്നു. നിൻ കൃപയെത്രയോ ശ്രേഷ്ഠമെന്നാഥ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്രദർ ഇൻ ലൈവ് മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ദർശനം എന്ന മഹത്തരമായ വിഷയമാണ്. നാം അല്പം മുമ്പേ വായിച്ച അതേ വേദഭാഗം പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വീണ്ടും ഞാൻ വായിക്കുന്നു. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവീൻ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പ്രത്യേകമാകുന്ന ഒരു പദപ്രയോഗമാണ്. ഈ പരിജ്ഞാനം എനിക്ക് അത്യന്തം അത്ഭുതകരമാകുന്നു എന്ന് മറ്റൊരു വേള 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രസ്താവിച്ചിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഒരു സാധാരണ മുഖ്യനായിരുന്ന പത്രോസിനെ കർത്താവിൻ്റെ അപ്പോസ്തലത്വ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് ലോകമഹാന്മാരായ ശാസ്ത്രവിദഗ്ധർക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്തതും അത്യഗാധവുമാകുന്ന ശാസ്ത്രീയ രഹസ്യങ്ങൾ ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യങ്ങളുടെ ദർശനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തമായിരുന്നു. ധനനായ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ഛേദം എന്നാണ് എണ്ണിയെന്ന്. ഇവിടെ പരിജ്ഞാനം എന്ന് പറയുന്നത് കേവലം നമുക്കുള്ള ജ്ഞാനത്തെ സംബന്ധിച്ചല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന 2 പദപ്രയോഗങ്ങളാണ് അറിവ്, പരിജ്ഞാനം. ഈ പറയപ്പെടുന്ന 2 വാക്കുകൾ അറിവ്, ജ്ഞാനം, പരിജ്ഞാനം. അറിവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അക്യൂമുലേഷൻ ഓഫ് ഫാക്ട്സ് ഓർ ഇൻഫോർമേഷൻ, അതായത് വസ്തുതകളുടെ വിവരശേഖരണത്തെയാണ് അറിവ് എന്ന വാക്കുകൊണ്ട് സാധാരണയായി നാം വിവക്ഷിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് 2 തലങ്ങളിലുണ്ട്. ഒന്ന് ലോകജ്ഞാനം, ലോകത്തിൻ്റെ താത്വികമായ ചിന്താ മണ്ഡലത്തിൽ ഉരുത്തിരിയുന്ന ജ്ഞാനത്തെയാണ് ലോകജ്ഞാനം എന്ന് പറയുന്നത്. മഹാനായ സോക്രട്ടീസ്, അരിസ്റ്റോട്ടില്, പ്ലിനി, പ്ലേറ്റോ മുതലായ മഹാന്മാർ, തത്വശാസ്ത്രികളായ ആളുകൾ, അങ്ങനെയുള്ള തത്വജ്ഞാനത്തിൻ്റെ വക്താക്കളായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന പുരുഷ കേസരികളാണ്. ലോകപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല എന്ന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന വാക്ക് കേവലം അറിവല്ല, ജ്ഞാനമല്ല, പരിജ്ഞാനമാണ്. അറിവ് വസ്തുതകളുടെ വിവരശേഖരണമാണ്. അത് നമുക്ക് വർത്തമാനപത്രം, സോഷ്യൽ മീഡിയ, റേഡിയോ, ടെലിവിഷൻ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങി മറ്റ് പല മാർഗങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമ്മളെ വിവരശേഖരണമാണ്, വസ്തുക്കളുടെ വിവരശേഖരണമാണ്. അത് ഓരോ ദിവസവും നാം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് അറിവ് മനുഷ്യൻ സമ്പാദിക്കുന്നു. എന്നാൽ ജ്ഞാനമെന്ന് പറയുന്നത് 2 പ്രത്യേക മണ്ഡലങ്ങളാണ്. ഒന്ന്, ലഭിക്കപ്പെട്ടിരിക്കുന്ന അറിവിനെ തക്ക സമയത്ത് തക്കതായ നിലയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള പ്രത്യേകമായ കഴിവാണ്. അത് ലോക വിഷയമായി ആ കഴിവ് ദൈവം നൽകിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ദൈവികമായ രഹസ്യങ്ങളെ അറിയുവാനുള്ള ജ്ഞാനമുണ്ട്. ഇത് 2ഉം വ്യത്യസ്തമാകുന്ന ജ്ഞാനത്തിൻ്റെ 2 പ്രവിശ്യകളാണ്. ഇത് 2ഉമല്ല അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നത് പരിജ്ഞാനം എന്ന ഒരു വാക്കാണ്. പരിജ്ഞാനം എന്ന വാക്കിന് നാം അതിനെ ശരിയായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, സാധാരണയായ ആളുകൾ പറയും പരിചയിച്ചുള്ള ജ്ഞാനം.
ഒരാളുമായിട്ട് ഇടപഴകി പരിചയിച്ച് സഹകരിച്ച് സഹവർത്തിത്വം മുഖാന്തരമായി ഉരുത്തിരിയുന്ന ജ്ഞാനം എന്ന് സാധാരണയായി പറയാറുണ്ട്. ഒരു പരിധിവരെ നമുക്കങ്ങനെ പറയുകയും ചെയ്യാം. എന്നാൽ പരിജ്ഞാനം എന്ന് പറയുന്ന വാക്ക് അപ്പോസ്തലനായ പൗലോസും പത്രോസും തങ്ങളുടെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ഈ പറയപ്പെട്ട ആശയമല്ല, കേവലം പരിചയിച്ചുള്ള ജ്ഞാനമല്ല, മറിച്ച് ഗ്രീക്കിലെ വളരെ പ്രത്യേകമായ ഒരു പദപ്രയോഗമാണ് അപ്പോസ്തലൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ഒരു പദമാണ്. എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ഒരു പദം. എപ്പിഗ്നോസിസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ രണ്ട് പദങ്ങൾ ഒന്നിച്ച് ചേർന്ന് വരുന്ന ഒരു പദസമുച്ചയമാണ്. എപ്പി എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്. നോസിസ് എന്ന് പറയുന്നത് നോളജാണ്. എപ്പി അപ്പോൺ, നോളജ് അറിവ്. അതിന്റെ കോമ്പൗണ്ട് മീനിങ്ങിൽ പറഞ്ഞു കഴിയുമ്പോൾ പരിചയിച്ചുള്ള ജ്ഞാനം എന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, അതാണ് അപ്പോസ്തലനിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ പാഠഭാഗത്ത് പരിജ്ഞാനത്തിൽ വളരുക, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ ആ പരിജ്ഞാനം എന്ന വാക്കിന് മൂലാർത്ഥമായി കൊടുക്കപ്പെട്ടിരിക്കുന്ന പദപ്രയോഗത്തിലെ എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന പദത്തിന് ഗ്രീക്ക് ലെക്സിക്കൻ നൽകുന്ന ചതുർവിധമാകുന്ന അർത്ഥഭേദങ്ങൾ കൂടെ ഈ വിഷയത്തെ ഒന്ന് സ്റ്റഡി ചെയ്യാനാണ് ദൈവസേനയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഈ പ്രമേയത്തിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഈ എപ്പിഗ്നോസിസ്? പത്രോസ് തന്നെ പറയുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമെന്ന്. പൗലോസും പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതമത്വം എന്നാണ്. ഞാൻ എൻ്റെ മുൻ മെസ്സേജുകൾ സൂചിപ്പിച്ചുള്ളതുപോലെ ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന അറിവ് അല്ലെങ്കിൽ നോളേജ് അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് യേശു രക്ഷിതാവ് എന്നുള്ള നിലയിലുള്ള ഒരു കേവലമായ ജ്ഞാനമാണ്. അതിനവന് യാതൊരു ശാസ്ത്രവും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ബൈബിൾ ശാസ്ത്രമോ അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രമോ ദൈവശാസ്ത്രമോ പരിശുദ്ധാത്മശാസ്ത്രമോ ഒന്നും പഠിച്ചിട്ടല്ല ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. അവൻ സുവിശേഷം കേൾക്കുന്നു, കർത്താവായ യേശുവിനെ രക്ഷിതാവായി അവൻ മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ അറിയുന്നു, അവൻ രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന നിലയിലുള്ള ഒരു പരിജ്ഞാനം അവൻ ആ സമയത്തുണ്ടാകുന്നു. എന്നാൽ അനുക്രമമായി അവൻ അവന്റെ ജീവിത ബന്ധാവിൽ യേശു ക്രിസ്തുവുമായി സഹകരിച്ചുള്ള തന്റെ ജീവിതത്തിന്റെ ആത്യന്തികതയിൽ അവൻ എത്തിച്ചേരുന്ന തന്റെ അനുഭവത്തിന്റെ വശത്ത് ഉള്ള ജ്ഞാനത്തെയാണ് ഇവിടെ പറയപ്പെടുന്ന പരിജ്ഞാനം എന്ന് പറയുന്നത്. ഗ്രീക്ക് ലെക്സിക്കനിൽ ഇതിനുപയോഗിച്ചിരിക്കുന്ന 4 അർത്ഥഭേദങ്ങളെ ഞാൻ ഒന്നൊന്നായി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ദൈവസ്ഥലം ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവിടെ പറയപ്പെടുന്ന പരിജ്ഞാനം? ഇവിടെ പറയപ്പെടുന്ന പരിജ്ഞാനത്തെ ആദ്യമായി അതിനെക്കുറിച്ച് പറയുന്നത് ദ നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത് എന്നാണ്. അതായത് വിശ്വാസത്തിന്റെ ഉന്നം വെക്കുന്ന ഇടത്തേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം, അതാണ് പത്രോസ് പറയുന്ന പരിജ്ഞാനം. ഈ വിശ്വാസത്തിന്റെ ഉന്നം വെക്കുന്ന ഇടത്തേക്ക് ആനയിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് പ്രഥമ ദൃഷ്ടിയ എൻ്റെ മാന്യ കേൾവിക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു വരികയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു. വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന ഇടം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞു എന്ന് ചിന്തിക്കുന്നവരൊക്കെയും ഇങ്ങനെ തന്നെ നിരൂപിച്ചുകൊള്ളുക എന്നാണ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഹി വാസ് ഓൺ ദി പർസ്യൂട്ട് ഓഫ് ദിസ് വിസ്ഡം. അതായത് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പൂർത്തി പ്രാപിക്കുവാനുള്ള ആ മുന്നേറ്റത്തിലായിരുന്നു അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്തുകൊണ്ട് ഇരുന്നത്. ഇവിടെ പറയപ്പെടുന്നത് നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന ഇടത്തേക്ക് ആനയിക്കുന്ന ജ്ഞാനം. ഇത് പറയുമ്പോൾ ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ
യോഹന്നാൻ സ്നാപകൻ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്ന മനോഹരമായ ദൃശ്യം വിവരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഗലീലയിൽ കൂടി കടന്നു പോവുകയാണ്. ഗലീലയുടെ പാർശ്വങ്ങളിൽ കൂടി കടന്നു പോകുന്ന യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ, അതായത് യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ മുന്നോടിയായി അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ ഈ യേശുവിനെ കണ്ടിട്ട് വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:29, 31, 32, 42 ഈ വാക്യങ്ങൾ കണ്ടാലും ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മളതിന്റെ 32-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറയുന്ന ഈ വാക്കിൽ കേട്ടിട്ട് അവന്റെ 2 ശിഷ്യന്മാർ അവര് യേശുവിനെ അനുഗമിച്ചു എന്ന് വായിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നത് യേശു മനസ്സിലാക്കി. അപ്പൊ യേശു തിരിഞ്ഞു നോക്കി, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ഈ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈ ശിഷ്യന്മാരെ ആ കർത്താവിനോട് പറഞ്ഞ വാചകം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഗുരു നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞ മറുപടി വന്ന് കാണുക എന്നാണ്. യോഹന്നാന്റെ 2 ശിഷ്യന്മാർ, യോഹന്നാനിലൂടെ പല ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരിൽ 2 പേരാണ് പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പ്രസ്താവിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ ആ യോഹന്നാനെ വിട്ട് അവർ യേശുവിനെ അനുഗമിച്ചതായി നാം വായിക്കുന്നത്. 45-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സാധാരണയായി നമ്മൾ വിവാഹ വേദികളിലൊക്കെ വായിച്ചു കേൾപ്പിക്കുന്ന ആ സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആകർഷിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊടുക്കുക. ഇവിടെ പറയപ്പെടുന്ന പ്രിൻസിപ്പിൾ വിതൗട്ട് ലീവിങ് ഈസ് ദർ നോ ക്ലീവിങ് എന്നുള്ളതാണ്. അതായത് വിട്ടുപിരിഞ്ഞിട്ടല്ലാതെ പറ്റിച്ചേരുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ ഈ 2 ശിഷ്യന്മാർ ഇവിടെ ചെയ്തത് കർത്താവായ യേശുവിനെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ പറയുന്നത് കേട്ടപ്പോ യോഹന്നാനെ അവർ വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ അവനെ അനുഗമിച്ചു. അവർ വരുന്ന യേശു കണ്ട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അല്ലെ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, ഗുരു നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞ മറുപടി വന്ന് കാണുക എന്നാണ്. രക്ഷിക്കപ്പെടുവാൻ നാം യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ മതി. കർത്താവായ യേശുവിനെ രക്ഷിതാവെന്ന് മാത്രം നമ്മൾ വിശ്വാസത്തിൽ അറിഞ്ഞാൽ മതി, പാപി രക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ നിരന്തരമായി അറിയാൻ തുടങ്ങുകയാണ്, അവനെ പഠിക്കാൻ തുടങ്ങുകയാണ്, അവനെ ഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ക്രിസ്തുവിനെ ഗ്രഹിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക ആയതിന് ഏറ്റവും വലിയ അനിവാര്യത ക്രിസ്തുവിനോട് ആയിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്, വന്ന് കാണുക എന്ന് പറഞ്ഞു. ആ ശിഷ്യന്മാർ അന്ന് രാത്രിയിൽ തന്നെ അവന്റെ അടുക്കൽ വന്നു, അവനോടുകൂടെ അവർ ആ രാത്രി ഒന്നിച്ചു പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു എന്നും യോഹന്നാൻ അവിടെ രേഖപ്പെടുന്നുണ്ട്. ആ രാത്രിയില് യേശുവിനെ അവർ കണ്ട്, അതായത് ചിരകാല പ്രതീക്ഷിത മെശിഹയായിരുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ ഹൃദയം കൊണ്ട് വാഞ്ചയിലായിരുന്ന ഈ ശിഷ്യന്മാർ ഇതാ ലോകത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ യേശുവിനെ കണ്ടിട്ട് ആ രാത്രിയിൽ ഒന്നിച്ചുകൂടി അവർ ഇരുന്ന് ഒരുപാട് വസ്തുതകൾ സംസാരിച്ചു കാണും. യേശു ക്രിസ്തുവിന് ഒരുപാട് മാധുര്യമേറിയ കാര്യങ്ങൾ അവർ ഗ്രഹിച്ചു കാണും. ആ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ അവർ ആ രാത്രി മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടാവണം. ഞാൻ എൻ്റെ ഭാവനയിൽ അങ്ങനെ മനസ്സിലാക്കുകയാണ്. അവര് യേശുവോടുകൂടെ ആ രാത്രിയിൽ അവിടെ സമയം ചെലവഴിക്കുന്നതായി നാം കാണുന്നു. യോഹന്നാനെ വിട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഈ 2 ശിഷ്യന്മാർ, ഇതാണ് നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്ട് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് വിശ്വാസത്തിന്റെ ഉന്നമിക്കുന്ന ഇടത്തേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം. ഞാൻ അതിനെ വളരെ വ്യക്തമായി മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, എപ്പിഗ്നോസിസ് എന്ന് പറയുന്നത്, അതെങ്കിൽ പരിജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനമാണ്. ഇത് രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നാം പ്രാപിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്, ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം. ഇപ്പൊ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ വളരുവാൻ വിശുദ്ധന്മാരായ ദൈവമക്കളെ അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ പ്രബോധിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആ പരിജ്ഞാനത്തിന്റെ ദർശനമാണ് ഇവിടെ വായിക്കുന്നത്, ക്രിസ്തുവിലേക്ക് കേന്ദ്രീകൃതമായിരിക്കുന്ന ദർശനം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ദർശനം. യോഹന്നാൻ ഒരിക്കൽ പറഞ്ഞു,
ഞാനോ കുറയണം, അവനോ വളരണം. അപ്പൊ യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന പരിജ്ഞാനം, ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് ആനയിക്കപ്പെടുന്ന പരിജ്ഞാനം. ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് വന്നിട്ടല്ലാതെ, ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടല്ലാതെ, കർത്താവിന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തേക്കുള്ള പരിജ്ഞാനം പ്രാപിച്ചിട്ടല്ലാതെ സംതൃപ്തിപ്പെടുവാൻ കഴിയാത്ത ഒരു മനസ്സ് ഉള്ളവരാണ് മനുഷ്യൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ. അതാണ് ദാവീദ് പറയുന്നത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറയുന്നു. പത്രോസോട് പറയുന്നതായിട്ടുള്ള എപ്പിഗ്നോസിസ്, അതായത് പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിലേക്ക്, അവന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തേക്ക് നമ്മെ ആനയിക്കുന്ന ദിവ്യമായ ജ്ഞാനമാണ്. ഒരിക്കൽ നാം അവനെ രക്ഷിതാവായി അറിഞ്ഞു, എന്നാൽ അതിനപ്പുറത്ത് നാം ദൈവത്തെ ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് അറിയുവാൻ കഴിയുമോ, ഏതെല്ലാം തലങ്ങളിൽ അവനെ എത്തിപ്പിടിക്കാൻ കഴിയുമോ, ഏതെല്ലാം തലങ്ങളിൽ അവനെ മനസ്സിലാക്കാൻ കഴിയുമോ, ആ തലത്തിലേക്ക് നാം ഉയർന്നു വന്ന് അവനെ അനുഭവിച്ചറിയുന്ന ജ്ഞാനമാണ് ഇവിടെ പറയപ്പെടുന്ന എപ്പിഗ്നോസിസ്, അതായത് പരിജ്ഞാനം എന്ന് പറയുന്ന വാക്ക്. ഞാൻ അതിന്റെ ആദ്യ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ നേടേണ്ടതിനാണ് ഈ ലോകത്തിലെ വസ്തുവകളെയെല്ലാം ചപ്പന്നും ചവറെന്നും അദ്ദേഹം എണ്ണിയത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുമ്പോൾ, ലോക വിഷയമായി പറയുകയാണെങ്കിൽ ഒരു യഹൂദ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഒരു വലിയ കപ്പലിന്റെ ഉടമസ്ഥനായിരുന്ന വലിയ കപ്പലിന്റെ ഉടമസ്ഥനായിരുന്ന മനുഷ്യന്റെ ഏക മകനായി ജനിച്ച് മഹാസമ്പന്നനായി മത താത്വിക സാംസ്കാരിക പിന്നെ മണ്ഡലങ്ങളിൽ ഏറ്റവും ഔന്നത്യമായ പശ്ചാത്തലമുണ്ടായിരുന്ന, ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ പശ്ചാത്തലമുണ്ടായിരുന്ന ഈ തർസോസിലെ ശൗല് കർത്താവായ യേശുവിനെ കണ്ടെത്തി അവനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനായുള്ള പ്രയാണത്തിൽ അദ്ദേഹം മുന്നേറിയപ്പോൾ അന്നാ വായിക്കുന്നു, ലാഭമായിരുന്നെല്ലാം അവൻ ഛേദം എന്ന് എണ്ണി എന്ന്. അന്ന് വരെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായി വിരാജിച്ചിരുന്ന ഈ ശിഷ്യന്മാരെ നാം വായിക്കുന്നത്, അവർ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടവരായി ക്രിസ്തുവിലേക്ക് അവർ നടത്തപ്പെട്ടു. ആ ഒരു ക്രിസ്തീയ വിശ്വാസിയെ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തേക്ക് ആകർഷിക്കുന്ന അല്ലെങ്കിൽ വലിച്ചടിപ്പിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനം, അതിനെയാണ് എപ്പിഗ്നോസിസ് എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ പരിജ്ഞാനം എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് എപ്പിഗ്നോസിസ്, അതായത് എപ്പിഗ്നോസ്കോ എന്ന് പറയുന്ന ഈ പരിജ്ഞാനം എന്ന് പറയുന്ന ഈ വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഫുൾ നോളജ്, അതായത് സമ്പൂർണമായ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ്. എന്താണ് ഈ സമ്പൂർണമായ ജ്ഞാനം? നമുക്ക് പല ആൾക്കാർക്കും പല വിഷയങ്ങളെ കുറിച്ചും പരിമിതമായ ജ്ഞാനമുള്ളവരാണ്. ഇപ്പൊ ഞാനൊരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസ് അല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അല്ല. എന്നാൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഞാൻ വായിച്ചോ കേട്ടോ മനസ്സിലാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മിനിറ്റ് ഒരു പക്ഷെങ്കിൽ അതേക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുമായിരിക്കും. ഞാനൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ അല്ല, പക്ഷേ എയ്റോപ്ലെയിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള എന്റെ സാങ്കേതികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഉരുവിടുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരാം. അവിടെ തന്നെ ഞാൻ ഏതെല്ലാം ഭൗതിക മണ്ഡലങ്ങളിൽ ആയിരിക്കുന്നുവോ ആ മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വായനയിലൂടെയോ കേട്ടുകേഴ്വിയിലൂടെയോ പഠിച്ചോ ഉള്ള അറിവ് മുഖാന്തരമായി ചില കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞു എന്ന് വരാം. അതിനെല്ലാം പാർഷ്യൽ നോളജ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന നോളജ് അതല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എപ്പിഗ്നോസിസ്, അതായത് സമ്പൂർണമായിരിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനം നമുക്ക് പ്രാപിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പറയപ്പെടുന്ന പരിജ്ഞാനം എന്ന വാക്കിൽ അപ്പോസ്തലനായ പത്രോസ് നിബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ആ നിലയിലാണ് വിശുദ്ധ വേദപുസ്തകം അവരെ വെളിപ്പെടുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തു ഈ ശരീരമായ സഭയുടെ തല. ശരീരമായ സഭയുടെ തലയായ ക്രിസ്തു, ആ ക്രിസ്തു എന്ന് പറയുന്നത് കൊലോസ്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? അവനല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും
ദേഹരൂപമായി വസിക്കുന്നത്. അതായത് ദൈവം എന്താണോ ആ ദൈവം എന്താണ് എന്നുള്ളത് അതിൻ്റെ സമ്പൂർണമായ അവസ്ഥയിൽ ദേഹസഹിതമായി വസിക്കുന്ന വ്യക്തിയാണ് കർത്താവായ യേശു എന്നാണ് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കുവാൻ സാധിക്കുക. അപ്പൊ യേശു ക്രിസ്തു സമ്പൂർണമായ ദൈവമാണ്. ദൈവ സ്നേഹമാണെങ്കിൽ യേശു സ്നേഹത്തിന്റെ സമ്പൂർണതയാണ്. ദൈവം സർവജ്ഞാനമാണെങ്കിൽ സർവജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ് കർത്താവായ യേശു. ദൈവം സർവവ്യാപിയാണെങ്കിൽ സർവവ്യാപകത്വത്തിന്റെ പൂർണ്ണതയാണ് കർത്താവായ യേശു. ദൈവം അനാദികാലം മുതലേ ഉള്ളവനാണെങ്കിൽ അനാദിയായി നിലകൊള്ളുന്ന ദൈവത്തിന്റെ സമ്പൂർണതയാണ് കർത്താവായ യേശു. ദൈവം വിശുദ്ധിയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധിയുടെ പൂർണ്ണതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ഏതെല്ലാം നിലയിലുള്ള ട്രാൻസ്ഫറബിൾ ആൻഡ് ഇൻട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം അതിന്റെ പൂർണ്ണമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അധിവസിക്കുന്നു എന്നാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ പഠിക്കുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ജ്ഞാനം അല്ലെങ്കിൽ പത്രോസ് പറയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ വളരുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ലഭിക്കേണ്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അറിവ് അല്ലെങ്കിൽ ആ ദർശനം എന്ന് പറയുന്നത് ക്രിസ്തു ദൈവജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ് എന്നുള്ള ആ തിരിച്ചറിവാണ്. തലയായ അവനിൽ നിങ്ങൾ സമ്പൂർണരാകുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മൾ കൊലോസ്യലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നത്. തലയായ ക്രിസ്തു ശരീരത്തിന്റെ തലയാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ശരീരം തലയോട് ചേർന്ന് നിൽക്കുമ്പോൾ തലയ്ക്കുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുടെയും ആ വ്യാപനം ഈ ശരീരത്തിലേക്ക് വ്യാപരിച്ചിട്ട് ശരീരം സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും വേഗീഭവിച്ചും ദൈവികമായി വളരപ്പെടുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ വൈറ്റാലിറ്റിയും ശരീരം സ്വീകരിക്കുന്നത് ശിരസ്സായ തലയിൽ നിന്നാണ്. കാര്യം ശിരസ് സമ്പൂർണതയുടെ ശിരസ്സാണ്. സമ്പൂർണനായ ഈ ശിരസിൽ കർത്താവിന്റെ സഭയും സമ്പൂർണമാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ രക്ഷിക്കപ്പെട്ട വിശ്വാസിയും ജഡജീവിതത്തിൽ അവന്റെ ജഡശരീരത്തിൽ കുറവുകളും ബലഹീനതകളുള്ളവനാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരമായ സഭയുടെ അംഗങ്ങളായി ഈ തലയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവൻ മനസ്സിലാക്കേണ്ട വിഷയം അല്ലെങ്കിൽ അവനുണ്ടാകേണ്ട ദർശനം കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണനാണ് എന്നാണ്. അപ്പൊ തലയ്ക്കുള്ള എല്ലാ പൂർണ്ണതയും ശരീരത്തിന്റെ പൂർണ്ണതയായി ശരീരത്തിനുണ്ട്, ശരീരത്തിലെ അവയവങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് ക്രിസ്തുവിൽ നാം പൂർണ്ണരായി ഇരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ സമാധാനത്തിന്റെ പൂർണ്ണതയായി മാറുന്നു. ക്രിസ്തുവിന്റെ ധൈര്യം നമ്മുടെ ധൈര്യമായി മാറുന്നു. ക്രിസ്തുവ് നൽകിയിട്ടുള്ള പ്രത്യാശ നമ്മുടെ പ്രത്യാശയായി മാറുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു എന്ന ശിരസ്സിനുള്ള പൂർണ്ണത ഈ ശരീരത്തിനും ശരീരത്തിന്റെ അവയവങ്ങൾക്കും അതുപോലെ ലഭ്യമാകുന്നു. ഈ അനുഭവത്തെക്കുറിച്ചുള്ള ദർശനമാണ് ഇവിടെ പറയുന്ന സമ്പൂർണതയുടെ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞു, that which leads to the knowledge which leads to the object of faith. അതായത് വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന ഇടത്തേക്ക് ആനയിക്കുന്ന ജ്ഞാനം. 2, സമ്പൂർണമായ ജ്ഞാനം, ഫുൾ നോളേജ്. അത് നമുക്ക് ആർക്കുമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ശിരസ്സോടെ ശരീരമായ സഭ ചേർന്ന് നിൽക്കിയാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് സമ്പൂർണമായ ആ ജ്ഞാനം ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാണ് തലയായ അവനിൽ നിങ്ങൾ പൂർണ്ണരായിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലൂസ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതായി എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ആ റൂട്ട് ധാതുവിന്റെ മൂന്നാമത്തെ അർത്ഥം ഞാൻ പറയാൻ പോവുകയാണ്. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അത് നോളേജ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട്. അതായത് വിശ്വാസിയെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും കൂടെ പരസ്പരം നിബന്ധിപ്പിച്ച് ക്രിസ്തുവിൽ നാം ഒന്നായി തീർന്നു എന്നുള്ള അറിവ് അല്ലെങ്കിൽ ആ ദർശനം നമുക്ക് സമ്മാനിക്കുന്ന ആ അനുഭവത്തെയാണ് എപ്പിഗ്നോസ്കോ അല്ലെങ്കിൽ എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ നമ്മെ ഒന്നാക്കി തീർക്കുന്ന ജ്ഞാനമായത്. ഈ ജ്ഞാനത്തിന് വാസ്തവത്തില് ഇത്
ക്രമാനുക്രമമായി നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപ്യമാക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ ഇതിനെ പ്രോഗ്രസീവ് വിഷൻ എന്ന് പറയും. ക്രമാനുക്രമമായി ഞാൻ നിങ്ങളും പ്രാപിക്കേണ്ട ദർശനം. ആ ദർശനത്തെ ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വയം കർത്താവായ യേശുക്രിസ്തുവിൽ ലയിച്ച് നാം ഇല്ലാതെയായി തീരുന്ന ആ ആത്മീയ അനുഭവത്തെക്കുറിച്ചുള്ള ദർശനം. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ പറയുന്ന നോളേജ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട്. അതായത് ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് വിശ്വാസിയാണ്, ഒബ്ജക്ട് എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. വിശ്വാസിയെ കർത്താവായ യേശു ക്രിസ്തുമായി ഒന്നിച്ച് ചേർത്ത് ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന മനോഹരമായ ജ്ഞാനം. യൂസൂസ് ജോസഫ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിന്റെ എൻ ജീവനായകനെ എന്നുള്ള മനോഹരമായ പാട്ടിൽ ഇപ്രകാരം പാടിയിട്ടുണ്ട്: തന്നുടെ ജഡത്തോടും അസ്ഥിയോടും എന്നെ ഒന്നായി എന്നും പിരിയാതെ വണ്ണം ചേർത്തുകൊണ്ടവൻ എൻ ഉയിലിരിക്കും മരണവിഷം ഒഴിച്ചവൻ എൻ ജീവനായകനെ. തന്റെ ജഡത്തോടും അസ്ഥിയോടും വിശ്വാസികളായ നമ്മെ ഒന്നിച്ച് ചേർത്ത് ഇനി എന്നും പിരിയാൻ കഴിയാതെ വണ്ണം ഒന്നാക്കി തീർത്ത മാർമികമായ ജ്ഞാനം. ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള ദർശനം അതാണ് എപ്പിഗ്നോസിസ് എന്ന് പറയുന്നത്. നമ്മൾ ശൗലിന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ജ്ഞാനത്തിലേക്കുള്ള പൗലോസിന്റെ പുരോഗമനപരമായ നീക്കത്തെ വിവക്ഷിക്കുവാൻ പൗലോസിന്റെ ജീവിതത്തിലൂടെ സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഈ തർസോസിലെ ശൗലിനിടയായിത്തീർന്നു. അങ്ങനെ തർസോസിലെ ശൗല് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് തനിക്കുണ്ടായ ക്രിസ്തു ദർശനം മുഖാന്തരമായി അദ്ദേഹത്തിനിടയായി കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു, ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റി. പിന്നീട് മേലാൽ ഒരിക്കലും ശൗൽ എന്ന നിലയിലല്ല പൗലോസ് അറിയപ്പെട്ടത്. ശൗല് ഈ ന്യായപ്രമാണത്തിന്റെ പാണ്ഡിത്യത്തിൽ തികവുള്ളവനായി, ഗമാലിയേലിന്റെ പാദപ്പെടുന്ന പഠിച്ചവനായ, ബെന്യാമിൻ ഗോത്രത്തിലെ കടിച്ചു കീർന്ന ചെന്നായായ, അതുപോലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും തീവ്രമായ ഒരു മതത്തിന്റെ വക്താവായി ഇറങ്ങിപ്പുറപ്പെട്ട, ന്യായപ്രമാണത്തിന്റെ ആ മുതൽ രക്ഷ വരെ എല്ലാം വളരെ വ്യക്തമായി പഠിച്ച പണ്ഡിത ശിരോമണിയായിരുന്ന ആ വ്യക്തി അവിടെ വെച്ച് കർത്താവ് അവനെ മാറ്റി പൗലോസാക്കി തീർത്തു. ശൗലിനെ പൗലോസാക്കി തീർത്തു. 32 വർഷക്കാലമാണ് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മനോഹാരിത്തെ ശരിയായ നിലയിൽ ഗ്രഹിച്ചുകൊണ്ട് പൗലോസിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഈ ദർശനം പുരോഗമിച്ചത്. ആ ദർശനത്തിന്റെ പുരോഗമനത്തിൽ 32 വർഷമായപ്പോഴേക്കും, അതായത് എന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 32 വർഷക്കാലമാണ്. 32 വർഷക്കാലം കൊണ്ട് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തിന്റെ മനോഹാരിത വളരെ സുവിദിതമായി ഗ്രഹിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് ഇടയായി. അവിടെ സംഭവിച്ചതെന്നറിയാമോ? പൗലോസ് ക്രിസ്തുവിൽ പ്രായേണ ലയിച്ച് അമർന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ പൗലോസ് അപ്പോസ്തലൻ ലയിച്ച് അമർന്നു. നമ്മൾ സാധാരണയായി സാന്ദ്രത കൂടിയ ഒരു ദ്രാവകത്തിലേക്ക് സാന്ദ്രത കുറഞ്ഞ മറ്റൊരു ദ്രാവകം വീണാൽ ആ സാന്ദ്രത കുറഞ്ഞതിനെ അങ്ങ് അബ്സോർബ് ചെയ്യും. ഇത് നമ്മൾ സാധാരണയായി കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു നിയമമാണ്. സാന്ദ്രത കൂടിയ ഒന്ന് സാന്ദ്രത കുറഞ്ഞ ഒന്നിനെ അങ്ങ് അബ്സോർബ് ചെയ്യുകയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ പരിജ്ഞാനത്തിൽ അറിയുവാൻ ജീവിതം സമർപ്പിച്ച തർസോസിലെ ശൗല് 32 വർഷക്കാലം തന്റെ ജഡത്തിലെ ബലഹീനതയിൽ കൂടെ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് അവന്റെ ആളത്വത്തോടെ അനുഗമിച്ച് അതിനോട് അനുരൂപപ്പെടുവാനുള്ള തന്റെ അനുസ്യൂതമാകുന്ന പോരാട്ടത്തിൽ നാം വായിക്കുന്നത് പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ ലയിച്ച് അമർന്നു. അത് ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാമോ? പൗലോസിനെ കാണുന്ന ആളുകൾക്ക് യേശുക്രിസ്തുവിനെ പൗലോസിലൂടെ കാണാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് ക്രിസ്തുവിൽ ലയിച്ച് സ്വയം ഇല്ലാതെയായി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സ്വയം എന്ന് പറയുന്ന ഭാവം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ ലയിച്ചിട്ട് അലിഞ്ഞ് ചേർന്ന് നാം സ്വയം ഇല്ലാതെയായി തീരുകയും ക്രിസ്തു നാം മുഖാന്തരമായി വെളിവായി വരികയും ചെയ്യുന്ന അനുഭവത്തിന്റെ ജ്ഞാനമാണ് ഇവിടെ പറയുന്ന എപ്പിഗ്നോസ്കോ അല്ലെങ്കിൽ എപ്പിഗ്നോസിസ്
എന്ന് പറയുന്ന പരിജ്ഞാനം. അപ്പൊ ഈ പരിജ്ഞാനമാണ് അനുവാചക സുഹൃത്തുക്കൾ ഉണ്ടായി കാണുവാൻ പത്രോസും പൗലൂസും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഞാനിവിടെ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജ്ഞാനം ഇതാണ്. പൗലൂസ് പറയാണ്, ഞാൻ ഒരിക്കൽ തർസോസിലെ ശൗലായിരുന്നു, ദൈവസഭയെ ഉപദ്രവിച്ചവനായിരുന്നു, ശുഷ്കാന്തി കൊണ്ട് ദൈവജനത്തിന് വിരോധമായി ദോഷം പ്രവർത്തിച്ചവനായിരുന്നു, എനിക്ക് ലാഭമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമത്വം ചപ്പന്നും ചവർന്നും എണ്ണി ഞാൻ എന്നെ തന്നെ ഏതുമല്ല എന്ന് എണ്ണി ക്രിസ്തുവിൽ ഞാൻ എന്റെ സ്വയം ലയിച്ച് അമർന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു എന്നിൽ സകലവുമായി മാറി. അപ്പോൾ പൗലോസിന്റെ പുറംചട്ടയിൽ ലോകം കണ്ടത് കർത്താവായ യേശുവിനെയാണ്. അതുകൊണ്ട് സധൈര്യം ലോകത്തിന്റെ മുമ്പാകെ നിന്ന് അവന്റെ ലേഖനം വായിക്കുന്ന ആളുകളോട്, അവന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകളോട് പൗലോസിന് പറയാൻ കഴിഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. നമ്മൾ ഇത് ചെയ്യണം. പൗലോസ് ഫിലിപ്പിയാലയിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, എനിക്ക് ജീവിതത്തിന് ആത്യന്തികമായ ഒരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളെയും അനുഭവിച്ചറിയണതിനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 10 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്. ആത്മീയ യാഥാർത്ഥ്യങ്ങളെ അല്ലാതെ മറ്റൊന്ന് അറിയുവാൻ പൗലോസ് ആഗ്രഹിക്കാത്ത അവസ്ഥ. കൊരിന്ത്യരോട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയപ്പെടുന്ന എപ്പിഗിനോസ്കോ പറയുകയാണ്, യേശു ക്രിസ്തു അവന്റെ ക്രൂശമല്ലാതെ മറ്റൊന്നും അറിയാൻ വയ്യാത്ത മാർമികമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വ്യക്തിത്വം ലയിച്ച് അമരപ്പെടുന്ന അനുഭവം. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പൗലോസ് പറയാണ്, എന്റെ ആഗ്രഹം ക്രിസ്തുവിനെ അറിയണം എന്ന് പറഞ്ഞാൽ അവന്റെ ആളത്വത്തെ അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ എന്താണെന്ന് അറിയണം. അതായത് യേശു ക്രിസ്തുവിന്റെ ആളത്തെ അറിയുക, 2 അവന്റെ കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയുക, 3 അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയുക. അങ്ങനെയുള്ള ആത്മീകമായിരിക്കുന്ന നവോത്ഥാനപരമായ ഒരറിവിന്റെ ഉത്തുംഗതയിലേക്ക് നമ്മുടെ ദർശനം എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, 1 കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗമ്യത നമ്മുടെ സൗമ്യതയായി മാറുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ സ്നേഹമായി മാറുന്നു. കർത്താവായ യേശുവിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയായി മാറുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും പിന്നെ ശാന്തതയുടെയും വിജയ ജീവിതത്തിന്റെയും രഹസ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ രഹസ്യമായി മാറ്റപ്പെടുന്നു. ആ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് പറയുന്നു, വിശ്വാസത്തിന്റെ പ്രതീക്ഷാ വിഷയമായ ക്രിസ്തുവിലേക്ക് നാം എന്ത് ചെയ്യുന്നു? നടന്ന് അടുക്കപ്പെടുന്നു. അതാണ് ഇവിടെ പറയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ജ്ഞാനം എന്ന് പറയുന്നത്. ഇനി 4ാമതായി ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതായത് എപ്പിഗിനോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് ഇൻ സ്പിരിച്വൽ തിങ്സ് എന്നാണ്. അതായത് ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായ ജ്ഞാനം. 4 പ്രത്യേക കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ച. 1 എപ്പിഗിനോസ്കോ, അതായത് പരിജ്ഞാനം. 1 നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന സ്ഥാനത്തേക്ക് ആനയിക്കുന്ന ജ്ഞാനം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മെ നടത്തുന്ന ജ്ഞാനം, ജീവജല നദിയിലേക്ക് നമ്മെ നടത്തുന്ന ജ്ഞാനം. ആ ജ്ഞാനമാണ് ശമരിയക്കാരി സ്ത്രീക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് ഈ വെള്ളം കുടിക്കുന്നവരൊക്കെയും പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കുടിപ്പാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അവ ഒരു നാളും ദാഹിക്കുകയില്ല, അത് അവന് നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവായി തീരും എന്ന് യേശു പറഞ്ഞു. ഒരു വലിയ ക്യൂരിയോസിറ്റി ഈ ശമരിയക്കാരിയുടെ ഹൃദയത്തിൽ യേശു ഉണ്ടാക്കി. അവൾ പറഞ്ഞു, യജമാനെ, ഞാനിനി ഈ കിണറ്റിൽ വെള്ളം കോരാൻ വരാതിരിക്കേണ്ടതിന് ഒരിക്കലും ദാഹിക്കാത്ത ആ ജീവജലം എനിക്ക് നൽകണമേ എന്ന് അവനോട് അപേക്ഷിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 37-ാം വാക്യം വായിക്കുമ്പോൾ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ അർത്ഥം
നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നത് ഫുൾ നോളജ്, അതായത് സമ്പൂർണമായ ജ്ഞാനം. തലയായ യേശുക്രിസ്തുവിൽ ശരീരമായ സഭ വിശ്വാസികളിൽ ലഭിക്കുന്ന സമ്പൂർണതയെക്കുറിച്ചുള്ള ദർശനം. 3, ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട്. വിശ്വാസിയെയും ക്രിസ്തുവിനെയും കൂടെ പരസ്പരം സമന്വയിപ്പിച്ച് ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന ജ്ഞാനം. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ക്രൂശിൽ ജീവനെ അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസലത്രേ ആകുന്നു എന്ന് പറയുന്ന ആ ദിവ്യമായ ജ്ഞാനം. 4, നോളേജ് ഇൻ സ്പിരിച്വൽ തിങ്സ്, അതായത് ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമാകുന്ന ജ്ഞാനം. ഇതിനെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ അല്പം മുമ്പേ സൂചിപ്പിച്ച പോലെ പൗലോസ് ഫിലിപ്പിയാലേഖനം 3 പറയുകയാണ്, എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. 1, യേശു ക്രിസ്തുവിനെ അറിയണം. തൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ യാത്രയും ക്രിസ്തുവിന്റെ ആളത്വത്തെ മനസ്സിലാക്കുവാനുള്ള ജൈത്രയാത്രയായിരുന്നു. 2, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ അറിയണം. ആ കഷ്ടാനുഭവം തൻ്റെ ശരീരത്തിൽ അവനെ ഏറ്റുവാങ്ങി അത് അനുഭവിച്ച് അതിന്റെ പങ്കാളിത്തമുള്ളവനായി, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയുള്ളവനായി അവൻ തീർന്നു. 3, അവന്റെ പുനരുദ്ധാനത്തിന്റെ ദിവ്യമായ ശക്തിയെ അറിയണം. ഇങ്ങനെ ഈ ലോക ജീവിതത്തിൽ ലഭിക്കുന്ന ലൗകികമാകുന്ന ആ അറിവിനെ സംബന്ധിച്ചല്ല, മറിച്ച് ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജ്ഞാനം. നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവോടുള്ള ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതാണ് കൊലോസ്യ ലേഖനം 3:1 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് ഇന്ന് സ്ഥാനീയമായി ആയിരിക്കുന്ന സ്വർഗീയ സന്നയിൽ ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ദൈവസന്നിധിയെക്കുറിച്ച്, നമ്മുടെ വരും ഭാവി നിത്യതയെക്കുറിച്ചുള്ള ആ മഹത്വരമായ ജ്ഞാനം, അതാണ് ഇവിടെ പറയപ്പെടുന്ന ആത്മീകമായ ജ്ഞാനം എന്ന് പറയുന്നത്. നോളജ് ഇൻ സ്പിരിച്വൽ തിങ്സ്, ആത്മീകമാകുന്ന ജ്ഞാനം. പൗലോസ് പറയുന്നത്, അത് ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയാണ്. സ്പിരിച്വൽ ലൈഫ് ഈസ് എ പർസ്യൂട്ട് ടു ഒബ്റ്റെയിൻ ദിസ് നോളജ്. അതായത് ഈ പറയപ്പെട്ട ദൈവികമാകുന്ന ജ്ഞാനം പ്രാപിക്കുവാനുള്ള ഒരു ഓട്ടമാണ്, ഒരു മുന്നേറ്റമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പൗലോസ് അതിന് ഉത്തമമായ ഉദാഹരണമാണ്. പത്രോസ് അതിന് ഉത്തമമായ ഉദാഹരണമാണ്. 4 ആത്മീക ചിന്തകളാണ് ഇതുവരെയും നാം ചിന്തിച്ചത്. 1, കൃപയിലും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുകയും എന്ന് പത്രോസ് ആജ്ഞാപിക്കുന്നു. ഈ പരിജ്ഞാനം എന്താണ്? എപ്പിഗ്നോസിസ്. 1, ക്രിസ്തുവിന്റെ ആളത്തിലേക്ക് ആനയിക്കുന്ന ജ്ഞാനം. 2, ക്രിസ്തു എന്ന തലയായ ക്രിസ്തുയേശുവിൽ ലഭ്യമായ സമ്പൂർണമായ ജ്ഞാനം. 3, ക്രിസ്തുവിനോട് അവന്റെ ആളത്വത്തോടെ നമ്മുടെ സ്വയം ലയിച്ചമർന്നിട്ട് നാം സ്വയം ഇല്ലാതെയായി തീരുകയും ക്രിസ്തു നമ്മിൽ വാഴുകയും ചെയ്യുന്ന ജ്ഞാനം. 4, നോളജ് ഇൻ സ്പിരിച്വൽ തിങ്സ്, അതായത് ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമാകുന്ന ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണ്ടായി കാണുവാൻ പത്രോസും പൗലോസും ആഗ്രഹിക്കുന്നത് ഈ ജ്ഞാനമാണ്. റോമർ തുടങ്ങി ഗലാത്യ വരെയുള്ള ലേഖനങ്ങളിലെ 6 ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ കേവലം നോസിസ് എന്ന് പറയുന്ന വാക്കാണ് ജ്ഞാനത്തിന് ഉപയോഗിക്കുന്നത്, അതായത് കേവല ജ്ഞാനം. എന്നാൽ ഇടയ ലേഖനങ്ങളിലും 4 കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുമ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന വാക്കാണ്. പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഈ വ്യത്യാസം നാം തിരിച്ചറിയുവാൻ പ്രാപ്തരായി തീരുമ്പോൾ ഈ പറയപ്പെട്ട ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ജ്ഞാനപൂർണ്ണതയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നാമും പൗലോസിനോട് ചേർന്ന് പറയും, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം, നാം വാസ്തവത്തിൽ ഈ പരിജ്ഞാനത്തിന്റെ പൂർത്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന്. ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞങ്ങൾ വളരുവാൻ ദൈവാത്മാവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ള ധന്യമൊരു ചിന്ത ഇന്ന് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ പരിജ്ഞാനം ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക്, അവന്റെ പൂർണ്ണതയിലേക്ക്, അവനിൽ ഞങ്ങളെ തന്നെ ലയിച്ചമരുന്നതിലേക്ക്, സ്വർഗീയമായതിലേക്ക് ആനയിക്കുന്ന ദിവ്യമായ ജ്ഞാനമാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ മരുഭയാത്രയിൽ ആ ദിവ്യമായ ജ്ഞാനത്തിന് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി, ക്രിസ്തു ദർശനമുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ ഏവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെത്തുന്ന ക്രിസ്തുയേശുവിന്റെ
ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അന്നു വേണ്ടതാം കൃപ തന്നു നീ, ഏഴയാമെന്നെ അടപ്പിടുന്നു. നിൻ കൃപയേറിയ വാക്കിൻ പ്രകാരം ദാസനം ഞാനിഹൈ ജീവിക്കുന്നു. നിൻ കൃപയേറിയ വാക്കിൻ പ്രകാരം ദാസനം ഞാനിഹൈ ജീവിക്കുന്നു. നിൻ കൃപ എത്രയോ